മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൽ പൊട്ടിത്തെറി. ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിൽ നിന്ന് മുതിർന്ന നേതാവ് രാമലിംഗ റെഡ്ഡി രാജിവെച്ചു. ബംഗളൂരു നഗരവികസന വകുപ്പ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. രാമലിംഗ റെഡ്ഡിക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി കെ.എച്ച്. മുനിയപ്പ. സീനിയോറിറ്റി പരിഗണിച്ചില്ല എന്നും പരാതി. അധികാരമേറ്റ് രണ്ടാം ദിവസമാണ് ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിൽ നിന്ന് 8 തവണ എം.എൽ.എയായ രാമലിംഗ റെഡ്ഡി കലഹിച്ച് പുറത്തുപോയത്. വകുപ്പ് വിഭജനം പൂർത്തിയായപ്പോൾ രാമലിംഗ റെഡ്ഡിക്ക് അനുവദിച്ചത് ജലസേചനത്തിന്റെ ചുമതല. റെഡ്ഡി ആഗ്രഹിച്ചത് ബംഗളൂരു നഗരവികസന വകുപ്പും. ഇന്നലെ വകുപ്പ് വിഭജനം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ നിന്ന് അതൃപ്തി പരസ്യമാക്കി രാമലിംഗ റെഡ്ഡി ഇറങ്ങിപ്പോയിരുന്നു. ഇന്ന് രാവിലെ രാജിക്കത്ത് കൈമാറി. തനിക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്നാണ് രാമലിംഗ റെഡ്ഡിയുടെ പരാതി. 2023 സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് ബംഗളൂരു നഗരവികസന വകുപ്പ് തനിക്ക് അനുവദിച്ചതാണ്. അന്ന് ഡി.കെ. ശിവകുമാർ താനുമായി കൂടിക്കാഴ്ച നടത്തി വകുപ്പ് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പദവിയിൽ മാറ്റം വരുമ്പോൾ ബംഗളൂരു നഗരവികസന വകുപ്പ് അനുവദിക്കാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇപ്പോൾ വാഗ്ദാനം ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്നും മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ആകില്ലെന്നും രാമലിംഗ റെഡ്ഡി പറഞ്ഞു. രാമലിംഗ റെഡ്ഡി അടുത്ത സുഹൃത്താണെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും ഡി.കെ. ശിവകുമാർ പ്രതികരിച്ചു. ಸೀನಿಯರ್ ಲೀಡರ್ ಅವರು ಪಾಪ ಹಳ್ಳಿಲೆಲ್ಲ ಹೋಗಿ ನಾನು ಕೆಲಸ ಮಾಡೋಕ್ಕಾಗಲ್ಲ, ಬೇರೆ ಯಾವ್ದಾದ್ರು ಒಂದು ಕೊಡಿ ಅನ್ನೋದು ಒಂದು ಅವ್ರ ಅಭಿಲಾಷೆ ಇದೆ. ಅವ್ರದ್ದು ಚರ್ಚೆ ಮಾಡಿ ಸಾರ್ಟ್ ಔಟ್ ಮಾಡ್ತೀನಿ. ನಥಿಂಗ್ ಟು ವರಿ. ಈಸ್ ಎ ಗ್ರೇಟ್ ಫ್ರೆಂಡ್. ವಿ ಆರ್ ವೆರಿ ಕ್ಲೋಸೆಸ್ಟ್ ಫ್ರೆಂಡ್ ಅಮಂಗ್ ದಿ ಕ್ಯಾಬಿನೆಟ್. ವಿ ವಿಲ್ ಸಾರ್ಟ್ ಔಟ್. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 മന്ത്രിമാരാണ് ആദ്യഘട്ടത്തിൽ ചുമതലയേറ്റത്. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ തന്നെ കൈകാര്യം ചെയ്യും. റവന്യൂ, കായിക വകുപ്പുകൾ ഉപമുഖ്യമന്ത്രി ജി. പരമേശ്വരയ്ക്കാണ്. പ്രിയങ്ക് ഖാർഗെയാണ് ആഭ്യന്തരമന്ത്രി. അതേസമയം രാമലിംഗ റെഡ്ഡിക്ക് മാത്രമല്ല, വകുപ്പുകൾ അനുവദിച്ചതിൽ മറ്റു മന്ത്രിമാർക്കും അതൃപ്തി ഉള്ളതായാണ് സൂചന. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.